ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുക എന്നുള്ളത്, അഥവാ തവക്കുൽ എന്നാണ് അറബിയിൽ ഇതിന് പറയുക. ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ അതിപ്രധാനമായ ഒരു ആശയമാണ് തവക്കുൽ. ഒരു സത്യവിശ്വാസിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കുക സാധ്യമല്ല. അത് അള്ളാഹുമായുള്ള ബന്ധത്തിൻ്റെ താക്കോലാണ്. സൃഷ്ടികളായ നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നാം ചെയ്ത ശേഷം അതിനപ്പുറത്തുള്ളതൊക്കെ ലോക സൃഷ്ടാവിനും സംരക്ഷകനും അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് മുന്നേറുക എന്നതാണ് തവക്കുലിൻ്റെ താല്പര്യം. തവക്കുലിനെ കുറിച്ച് ചുരുക്കത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും കാര്യങ്ങളിൽപ്പെട്ട നന്മകൾ കിട്ടാനും തിന്മകൾ തടുക്കാനും സത്യസന്ധമായി അള്ളാഹുവിനെ ആശ്രയിക്കലാണ് തവക്കുൽ. മറ്റാരെയും ആശ്രയിക്കാതെ അള്ളാഹുവിനെ കൊണ്ട് മാത്രമുള്ള ഹൃദയത്തിൽ പതിക്കുന്ന ഒന്നാണ് തവക്കുൽ. സർവകാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് മനസ്സിലാക്കി മുഴുവൻ വിഷയങ്ങളിലും അവൻ്റെ മേൽ ഭാരമേൽപ്പിക്കലും അവനുമായി കൂടുതൽ അടുക്കലുമാണ് തവക്കുൽ. തവക്കുൽ എന്ന് വെച്ചാൽ കാര്യങ്ങൾ അവനിലേക്ക് വിട്ടുകൊടുക്കുക, എല്ലായ്പ്പോഴും അവനെ അവലംബിക്കുക, അവനെ ആശ്രയിക്കുക, സ്വന്തം കഴിവിനും ശേഷിയും വിട്ട് അവനെ മാത്രം ഉൾക്കൊള്ളുക എന്നതാണ്. അള്ളാഹു ഉള്ളതുകൊണ്ട് മനസ്സിൽ ഉറപ്പ് വെച്ച് പുലർത്തലും ജനങ്ങളുടെ പക്കലുള്ളതിൽ നിന്ന് ആശ മുറിയലുമാകുന്നു തവക്കൽ. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കാൻ സത്യവിശ്വാസികളെ ഉണർത്തുന്നുണ്ട്. വതവക്കൽ അലൽ ഹയ്യി അല്ലദീ ലാ യമൂതു വസബ്ബിഹ് ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറ. ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനിൽ നീ ഭാരമേൽപ്പിക്കുക, അവനെ സംതൃപ്തിയോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യുക. തൻ്റെ ദാസന്മാരുടെ പാപങ്ങളെപ്പറ്റി സൂക്ഷ്മയുള്ളവനാവുക, അവൻ തന്നെ മതി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അള്ളാഹു ഒരിക്കലും മരണം ബാധിക്കാത്തവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുമാണെന്നിരിക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകുന്നവരിൽ ഭാരമേൽപ്പിക്കുന്നതിൽ യാതൊരു പ്രയോജനവുമില്ലെന്നും സൂചന നൽകിയിരിക്കുന്നു. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹുവിൻ്റെ മേലെയായിരിക്കട്ടെ സത്യവിശ്വാസികൾ ഭാരമേൽപ്പിക്കുന്നത്. അവർക്ക് ബാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും, അവർ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും അവർ അവൻ്റെ മേൽ ആശ്രയിക്കട്ടെ. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കാര്യവും ശരിയാവുകയില്ല. അള്ളാഹുവിൽ ആശ്രയിക്കാതെ അതിന് മറ്റു വഴികളില്ല. അവനിൽ ആശ്രയിക്കൽ പൂർണ്ണമാണെങ്കിൽ അടിമ തൻ്റെ രക്ഷിതാവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കണം. കാര്യങ്ങൾക്ക് അവൻ മതിയെന്ന് ഉറച്ചു വിശ്വസിക്കണം. ഒരാളുടെ ഈമാനിൻ്റെ തോതനുസരിച്ചാണ് ഒരാൾ ഭാരമേൽപ്പിക്കുന്നതിൻ്റെ ശക്തിയും ദുർബലതയും. ഉപകാരമോ ഉപദ്രവമോ, മരിപ്പിക്കാനോ ജീവിപ്പിക്കാനോ ഉയർന്നേൽപ്പിക്കാനോ അധികാരമില്ലാത്തവർക്ക് പകരം അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുക. ഒരു വ്യക്തി യഥാവിധി അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചാൽ എല്ലാ കാര്യവും എളുപ്പമാകും, പ്രയാസങ്ങൾ ലളിതമാകും, അപകടങ്ങൾ നിസ്സാരമാക്കും, വിഷമങ്ങൾ നീങ്ങിപ്പോകും, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും, അനുഗ്രഹങ്ങൾ ഇറങ്ങും, ശിക്ഷകൾ തടയും, ദുരന്തങ്ങൾ നീങ്ങും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കരുത്. തൻ്റെ എല്ലാ കാര്യവും യജമാനെ ഏൽപ്പിച്ച ദുർബലനായ അടിമയ്ക്ക് ഒരു കൂട്ടം ജനങ്ങൾക്ക് നേടാനാവാത്തത് നേടാൻ കഴിയും. ഏറ്റവും കഠിനശക്തിയുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളത് അള്ളാഹു അവന് എളുപ്പമാക്കും. അള്ളാഹുവിൽ നീ ഭാരമേൽപ്പിക്കുക. വല്ലവനും അള്ളാഹുവിൻ്റെ മേൽ ഭാരമേൽപ്പിക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന കാണുക. ഫതവക്കൽ അലല്ലാഹി ഇന്നക അലൽ ഹഖിൽ മുബീൻ. ആയതിനാൽ നീ അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചു കൊള്ളുക, തീർച്ചയായും നീ സൃഷ്ടാവായ സത്യത്തിൽ തന്നെയാകുന്നു.
സത്യവിശ്വാസികളോടാകമാനമുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന കാണുക. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൽ നിങ്ങൾ ഭാരമേൽക്കുക. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്നതിന് വേണ്ടി ആളുകളോട് പ്രഖ്യാപിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നു. പറയുക, നീ എനിക്ക് അള്ളാഹു മതി, ഭാരമേൽപ്പിക്കുന്നവരൊക്കെയും അവനിൽ ഭാരമേൽപ്പിക്കട്ടെ. മുഹിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ അബ്ദുൽ വഹാബിനോട് തൻ്റെ മരണവേളയിൽ വസിയത്തായി പറഞ്ഞു, അള്ളാഹുവിലേക്ക് മുഴുവൻ കാര്യങ്ങളും നീ ഭാരമേൽപ്പിക്കണം. അവനിൽ നിന്ന് മാത്രം തേടണം. അള്ളാഹുവിനെ കൂടാതെ നീ ആരെയും വിശ്വസിക്കരുത്. അവനെ അല്ലാതെ ആരെയും നീ ആശ്രയിക്കരുത്, സ്വീകരിക്കരുത്. എല്ലാറ്റിൻ്റെയും സംഗമം തൗഹീദാണ്. സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ വിവരിക്കുമ്പോൾ അള്ളാഹു അവരുടെ ഒരു ഗുണമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അവർ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്നവരെ തന്നെയാണ്. അള്ളാഹുവിനെക്കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുകയും അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ഭാരമേൽപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും നിബന്ധനകളിൽ പെട്ടതാണ് അള്ളാഹുവിനെ ഭാരമേൽപ്പിക്കുക എന്നത്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മേൽ നിങ്ങൾ ഭാരമേൽപ്പിക്കുക. നിങ്ങൾ അവന് കീഴ്പ്പെട്ടവരാണെങ്കിൽ മാത്രം. തൗഹീദിൻ്റെ മുഖ്യവും ഉന്നതവുമായ സ്ഥാനത്ത് നിൽക്കുന്നതുമാണത്. കാരണം അതിലൂടെയാണ് സൽക്കർമ്മങ്ങൾ ഉണ്ടാക്കുന്നത്. മതപരവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൽ മാത്രം ഭാരമേൽപ്പിച്ചാൽ അള്ളാഹുവോടുള്ള ആത്മാർത്ഥതയും ബന്ധവും നന്നായി. ഇബ്നു ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കൽ ഈമാനിൻ്റെ നിബന്ധനയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു അടിമയുടെ വിശ്വാസം ശക്തിപ്പെടുന്നതനുസരിച്ച് തവക്കുലിനും ശക്തി കൂടി വരുന്നു. വിശ്വാസം ദുർബലപ്പെട്ടാൽ തവക്കുലും ദുർബലപ്പെടും. തവക്കുൽ ദുർബലമാണെങ്കിൽ അത് വിശ്വാസ ദൗർബല്യത്തിൻ്റെ അടയാളമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും തവക്കുലിനെയും ആരാധനയെയും വിശ്വാസത്തെയും തഖ്വയെയും ഇസ്ലാമിനെയും ഹിദായത്തിനെയും ഒന്നിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈമാനിൻ്റെയും ഇഹ്സാനിൻ്റെയും ഇസ്ലാമിക സകല കർമ്മങ്ങളുടെയും അടിസ്ഥാനം തവക്കുലാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരീരത്തിൽ തലക്കമുള്ള സ്ഥാനമാണത് ഇസ്ലാമിൽ തവക്കുലിനുള്ളത്. തലയില്ലാതെ ശരീരത്തിൻ്റെ നിലനിൽപ്പ് അസാധ്യം. അതേപ്രകാരം വിശ്വാസവും അതിൻ്റെ പ്രവർത്തനങ്ങളും തവക്കുലിന് സമമാണ്. മനുഷ്യനോട് ഓരോ രംഗത്തും ചെയ്യാൻ കൽപ്പിച്ചത് അവൻ്റെ പരമാവധി കഴിവ് ഉപയോഗിച്ച് അവൻ നിർവഹിക്കണം. കൂടെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും തവക്കുലും വേണം. മനുഷ്യർ ചെയ്യാനുള്ളത് കഴിവിൻ്റെ പരമാവധി ചെയ്യുകയും ബാക്കി മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് വിടുകയും ചെയ്യണം. ഒരിക്കൽ പ്രവാചകനെ സന്ദർശിക്കാനെത്തിയ ഒരാൾ തൻ്റെ ഒട്ടകത്തിൽ നിന്നിറങ്ങിയ ശേഷം അതിനെ അഴിച്ചുവിടാൻ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചു, ഞാൻ ഇതിനെ കെട്ടിയിട്ടാണോ തവക്കുൽ ചെയ്യേണ്ടത്, അതോ അഴിച്ചുവിട്ട് ആണോ തവക്കുൽ ചെയ്യണമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം ഒട്ടകത്തെ കെട്ടുക, പിന്നെ തവക്കുൽ ചെയ്യുക. കാരണങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഖദറുകൾ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. തവക്കുലിന് അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളതോടൊപ്പം തന്നെ കാരണങ്ങളുമായി ബന്ധപ്പെടാനും അവൻ കൽപ്പിക്കുന്നു. അപ്പോൾ കാരണങ്ങളുമായി ബന്ധപ്പെടലും അള്ളാഹുവിനുള്ള അനുസരണമാണ്. തവക്കുൽ ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനമാണെങ്കിൽ ഇത് അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാണ്. പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്നവർ ആയിരുന്നു. അള്ളാഹു ഞങ്ങളെ ഞങ്ങളുടെ വഴികളിൽ ചേർത്ത് തന്നിരിക്കെ അവൻ്റെ മേൽ ഭാരമേൽപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്കെന്ത് ന്യായമാണുള്ളത്? നിങ്ങൾ ഞങ്ങളെ ദ്രോഹിച്ചതിനെപ്പറ്റി ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളും ചെങ്കടലിൻ്റെ അടുത്തെത്തിയ സന്ദർഭം വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. മുമ്പിൽ മഹാസമുദ്രം, പിന്നിൽ ഫിർഔനും സൈന്യങ്ങളും. ഉറപ്പായും ഞാൻ പിടികൂടുമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്നോടൊപ്പം എൻ്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരുമെന്നാണ്. അങ്ങനെ രണ്ട് സംഘവും പരസ്പരം കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അനുചരന്മാർ പറഞ്ഞു,
തീർച്ചയായും നാം പിടിയിലകപ്പെടാൻ പോകുകയാണ്. അദ്ദേഹം പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരിക്കലുമില്ല. തീർച്ചയായും എന്നോടൊപ്പം എൻ്റെ രക്ഷിതാവുണ്ട്. അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ഒരു മകന് പിന്നാലെ മറ്റൊരു മകനെയും നഷ്ടമായപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ നിലപാട് ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കളെ, ആ സ്ഥലത്തേക്ക് നിങ്ങൾ ഒരേ വാതിലിലൂടെ പ്രവേശിക്കാതെ വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കുക. അല്ലാഹുവിൽ നിന്നുണ്ടാകുന്ന യാതൊന്നും നിങ്ങളിൽ നിന്ന് തടുക്കുവാൻ എനിക്കാവില്ല. വിധികർത്തൃത്വം അല്ലാഹുവിന് മാത്രമാകുന്നു. അവൻ്റെ മേൽ ഞാൻ ഭാരമേൽപ്പിക്കുന്നു. അവൻ്റെ മേൽ തന്നെയാണ് ഭാരമേൽപ്പിക്കുന്നവർ ഭാരമേൽപ്പിക്കേണ്ടത്. അല്ലാഹു ഈ രണ്ട് മക്കളെയും യാക്കൂബ് നബി അലൈഹിസ്സലാമിന് തിരിച്ചു നൽകുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി ഹിജ്റ പോകുന്നതിനായി പുറപ്പെട്ട് രാത്രി സൗർ മലയിൽ ഗുഹയിൽ പോയി ഒളിച്ചിരുന്ന സന്ദർഭത്തിൽ ഗുഹയ്ക്ക് മുകളിലുള്ള ശത്രുക്കൾ തങ്ങളെ കാണുമോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെന്നാണ്. അവർ രണ്ടുപേരും ആ ഗുഹയിലായിരുന്നപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ദുഃഖിക്കേണ്ട, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നോട് ഇപ്രകാരം പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഞങ്ങൾ ഗുഹയിലായിരുന്നപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, അവരിൽ ആരെങ്കിലും അവരുടെ കാലടിക്കു താഴോട്ട് നോക്കിയാൽ നമ്മെ കാണുമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, അല്ലാഹു മൂന്നാമനായി കൊണ്ടുള്ള രണ്ടുപേരെപ്പറ്റി താങ്കളുടെ വിചാരം എന്താണ്? ഇബ്നു ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അടിമ അല്ലാഹുവിൻ്റെ മേൽ ഒരു പർവ്വതം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങുന്ന വിഷയത്തിൽ യഥാർത്ഥത്തിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, അവൻ അതിൻ്റെ നീങ്ങലിന് കൽപ്പിക്കപ്പെട്ടവനുമാണെങ്കിൽ പർവ്വതം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങുന്നതാണ്. ജീവിതത്തിലുടനീളം അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവർക്ക് ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തേത് അല്ലാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കും. അല്ലാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പുരുഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോയി കളയുമായിരുന്നു. ആകയാൽ നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. നീ അവരോട് കൂടിയാലോചിക്കുകയും ചെയ്യുക. അങ്ങനെ നീ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കുക. തന്നിൽ ഭാരമേൽപ്പിക്കുന്നവരെ തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടും. രണ്ടാമത്തേത് എല്ലാ കാര്യത്തിനും അല്ലാഹു മതിയാവുന്നതാണ് എന്ന് തീരുമാനിക്കുക. വല്ലവനും അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കുന്ന പക്ഷം അവന് അല്ലാഹു തന്നെ മതിയാകുന്നതാണ്. തീർച്ചയായും അല്ലാഹു തൻ്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. ഓരോ കാര്യത്തിനും അല്ലാഹു ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തേത് പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കും. വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ഭാരമേൽപ്പിക്കുകയും ചെയ്യുന്നതാരാണോ അവരുടെ മേൽ പിശാചിന് തീർച്ചയായും യാതൊരു അധികാരവും ഉണ്ടാവില്ല. അവൻ്റെ അധികാരം അവനെ രക്ഷാധികാരിയാക്കുന്നവരുടെയും അല്ലാഹുവോട് പങ്കുചേർക്കുന്നവരുടെയും മേൽ മാത്രമാകുന്നു. നാലാമത്തേത് നല്ല ഉപജീവനം ലഭിക്കും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിരിക്കുന്നു, നിശ്ചയം നിങ്ങൾ അല്ലാഹുവിൽ യഥാവിധി കാര്യങ്ങൾ ഭാരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ആഹാരം നൽകപ്പെടും പോലെ നിങ്ങൾക്കും ആഹാരം നൽകപ്പെടും. അവ പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പുറപ്പെടുന്നു, വൈകുന്നേരം നിറഞ്ഞ വയറുമായി മടങ്ങുന്നു. അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കുകയെന്ന ഒരു ജോലിയും ചെയ്യാതെ ചടഞ്ഞിരിക്കുന്നതിൻ്റെ പേരല്ലെന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ചെയ്യേണ്ടത് ചെയ്ത ശേഷം കാര്യങ്ങൾ അല്ലാഹുവിന് സമർപ്പിക്കുക. അവൻ തരുമെന്ന പ്രതീക്ഷയോടെ കിട്ടിയതിൽ സംതൃപ്തിയടഞ്ഞു കഴിയലുമാണത്. പക്ഷികൾ കൂട്ടിൽ അടങ്ങിയിരിക്കാറില്ല. അവ രാവിലെ ആഹാരം അന്വേഷിച്ച് ഒട്ടിയ വയറുമായി പുറപ്പെടുന്നു, വൈകിട്ട് നിറഞ്ഞ വയറുമായി തിരിച്ചു വരികയും ചെയ്യുന്നു. അഞ്ചാമത്തേത് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ലഭിക്കും. നമ്മൾ അല്ലാഹുവിനെ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതമോ പ്രയാസമോ പ്രതിസന്ധികളോ ബാധിച്ചാൽ അവൻ നിരാശപ്പെട്ട് പരാജയപ്പെടില്ല. അല്ലാഹു പറയുക, അല്ലാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ബാധിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ യജമാനൻ. അല്ലാഹുവിൻ്റെ മേലാണ് സത്യവിശ്വാസികൾ ഭാരമേൽപ്പിക്കേണ്ടത്.
ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ വലിയൊരു പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നിരാശയെയും അഹന്തയെയും അറുത്തുമാറ്റി സൃഷ്ടാവായ അല്ലാഹുവിനെ മാത്രം ആശ്രയിച്ചും അവലംബിച്ചും അവനിൽ പരിപൂർണമായ വിശ്വാസം അർപ്പിച്ചും അല്ലാഹുവിനെക്കുറിച്ചുള്ള വിചാരങ്ങൾ കൊണ്ട് മനസ്സ് നിറച്ചും അവൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചും അവൻ്റെ തീരുമാനങ്ങളിൽ പരിപൂർണ സംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടും ജീവിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ലഭിക്കുന്ന സമാധാനവും അത് നിർവഹിക്കാൻ പറ്റാത്തതാണ്. അല്ലാഹു ഉദ്ദേശിച്ചതും കണക്കാക്കിയതുമല്ലാത്ത യാതൊരു കാര്യവും സംഭവിക്കുകയില്ല എന്നുള്ള ചിന്ത മനസ്സിൽ വരുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആശ്വാസം ലഭിക്കും. ആറാമത്തേത്, അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കും. നിങ്ങളെ അല്ലാഹു സഹായിക്കുന്ന പക്ഷം നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമുണ്ടാവില്ല. അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ചവന് അവൻ അറിയാത്ത വഴികളിലൂടെ അല്ലാഹുവിൻ്റെ സഹായമെത്തും. ഹിജ്റ വേളയിലും ബദ്ർ, അസ്ഹാബ് യുദ്ധവേളകളിലും മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളിലുമെല്ലാം അല്ലാഹുവിൻ്റെ അദൃശ്യമായ സഹായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബികൾക്കും ലഭിച്ചിട്ടുണ്ട്. ഏഴാമത്തേത്, സ്വർഗ്ഗം ലഭിക്കും. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് നാം സ്വർഗ്ഗത്തിൽ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന ഉന്നത സൗധങ്ങളിൽ താമസ സൗകര്യം നൽകുന്നതാണ്. അവർ അവിടെ നിത്യവാസികളായിരിക്കും. എട്ടാമത്തേത്, വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പരലോകത്തെ ചില സമുദായങ്ങളെ എനിക്ക് കാണിച്ചു തരികയുണ്ടായി. ഒന്നും രണ്ടുമൊക്കെ നബിമാരും അവരോടൊപ്പം കൊച്ചു സംഘവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ചില നബിമാരുടെ കൂടെ ഒരാൾ പോലും ഇല്ല. അതിനിടെ ഒരു വലിയ കറുപ്പ് സംഘം ആളുകളെ എനിക്ക് കാണിക്കപ്പെട്ടു. ഞാൻ ചോദിച്ചു, എൻ്റെ സമുദായമാണോ ഇത്? അല്ല, ഇത് മൂസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ ജനതയുമാണെന്ന് മറുപടിയുണ്ടായി. പിന്നെ പറഞ്ഞു, താങ്കൾ ചക്രവാളത്തിലേക്ക് നോക്കൂ. ഞാൻ നോക്കിയപ്പോഴുണ്ട് ചക്രവാളം നിറഞ്ഞ ഒരു കറുപ്പ്. പിന്നെ എന്നോട് പറഞ്ഞു, താങ്കൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ. അപ്പോഴുണ്ട് ചക്രവാളങ്ങളാകെ നിറഞ്ഞു നിൽക്കുന്ന കറുപ്പ്. പിന്നെ എന്നോട് പറഞ്ഞു, ഇതാണ് താങ്കളുടെ സമുദായം. ഇവരിൽ 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഇത്രയും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിനകത്തേക്ക് പ്രവേശിച്ചു. അവർക്ക് കൂടുതൽ വിശദീകരണം നൽകിയില്ല. ആളുകൾ ചർച്ചയിലേക്ക് കടന്നു. അവർ പറഞ്ഞു, അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ റസൂലിനെ പിൻപറ്റുകയും ചെയ്ത നമ്മളായിരിക്കും വിചാരണ കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന വിഭാഗം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിശോധിച്ചാൽ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേരേണ്ട ഗുണവിശേഷമാണ് തവക്കുൽ എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇന്ന് മുസ്ലിങ്ങളായ ധാരാളം ആളുകൾക്ക് പോലും എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ തവക്കുൽ ആകാൻ കഴിയുന്നില്ല. അവർ വസ്തുക്കളിലും സമ്പത്തിലും ജോലിയിലും ആരോഗ്യത്തിലും തവക്കുൽ ചെയ്യുന്നു. അല്ലാഹുവിനെക്കുറിച്ച് ശരിയായ അറിവില്ലാത്തതുകൊണ്ടാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ തവക്കുൽ ആക്കാൻ കഴിയാത്തത്. അല്ലാഹുവിനെ അവൻ്റെ നാമങ്ങളും ഉന്നത വിശേഷണങ്ങളും സഹിതം പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ അവനിൽ തവക്കുൽ ചെയ്യാൻ നാം തയ്യാറാകും. അല്ലാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ദുർബലതയും മറ്റൊരു കാരണമാണ്. നമ്മൾ അല്ലാഹുവിന് തവക്കുൽ ചെയ്യുക. അല്ലാഹുവാണ് നമ്മളെ എല്ലാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ നാം ദുഃഖിക്കുന്നു. എന്നാൽ അല്ലാഹു ജല്ല ജലാലുഹു ഒരു വാതിൽ അടയ്ക്കുന്നത് അതിനേക്കാൾ ഉത്തമമായ മറ്റൊരു വാതിൽ തുറക്കാനാണ് എന്നത് നാം മറന്നു പോകാറുണ്ട്. വില കുറഞ്ഞ ഐഹിക സുഖങ്ങൾ അല്ലാഹു നിഷേധിക്കുന്നത് വിലമതിക്കാനാവാത്ത പരലോക സുഖങ്ങൾ നൽകാൻ വേണ്ടിയാണ്. ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് തവക്കുൽ പൂർണ്ണമാകുന്നത്. ഒരു വാതിൽ അടയുമ്പോൾ പകരം 8 തുറക്കുന്നവനാണ് നമ്മുടെ റബ്ബ് എന്ന ബോധം ഏത് പ്രതിസന്ധിയിലും മുന്നോട്ടു പോകാൻ നമുക്ക് കരുത്തേക്കും. നമ്മളെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.